ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നു, ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഭർത്താവിന്റെ അടുത്തല്ല, ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. എന്തിനീ ഭർത്താവിനെ കൊണ്ട് തന്നെ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹം? ഒരിക്കലും ഭർത്താക്കന്മാരെ നന്നാക്കരുത്. ആ വ്യക്തി അങ്ങനെയാണ് ആയി, അത്രേ ഉള്ളൂ. എന്റെ ഹസ്ബൻഡ് ടെൻഷൻ അടിച്ചു, അപ്പൊ എനിക്ക് ടെൻഷൻ. എന്റെ ഹസ്ബൻഡ് കരഞ്ഞു, അപ്പൊ എനിക്ക് കരച്ചില്ല. നമ്മൾ എന്തിനേയും നമ്മുടെ സന്തോഷം മൊത്തം കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാരുടെ കൊടുക്കുന്നേ. കുറച്ച് കഴിയുമ്പോൾ മക്കള് പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് പണ്ടേ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് സമ്പാദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ 5 രൂപയ്ക്ക് വേണ്ടി അപ്പനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പേളി മണിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എല്ലാവരും എടുത്തു പറയുന്ന പേളി മണി ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത് ശ്രീനിഷിനെ പോലത്തെ എപ്പോഴും ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ഉള്ളതുകൊണ്ടാണ്. അത് പേളി മണിന്റെ ലക്കാണ് എന്ന് പറയുന്നവരുണ്ട്. ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? മിടിക്കുകയാണല്ലോ, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ മതി. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, വിട്ടു, പിന്നെ എന്തായാലും കുഴപ്പമില്ല. ശരിക്കും സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്. സെയിം ഇൻസിഡന്റ് ആയിരിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും. സ്ത്രീക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കണം, ഭർത്താവിന് സംസാരിക്കുകയേ വേണ്ട. അപ്പൊ എന്താ സംഭവം വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല. ഭർത്താവും ഭാര്യ എന്ന് പറയുന്നത് ഒരു കുടുംബം, സാമൂഹികപരമായിട്ട് ഒരു കുടുംബമാണ്. പക്ഷെ അവർ 2 കുടുംബമാണ്. അവർ ഒരിക്കലും ഒരു രീതിയിൽ ഒരു കാഴ്ചപ്പാടിൽ പോകാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഹസ്ബൻഡിനാണ്. ശരിക്കും ഭർത്താക്കന്മാര് പാവങ്ങളാ, അറിയത്തില്ല ചെയ്യാനായിട്ട്. അതാണ് ഇവിടുത്തെ വിഷയം.